താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, ഇനിയിപ്പോൾ അടുത്ത സർക്കാർ ആരുടേതായാലും UDF-ന്റേതായാലും LDF-ന്റേതായാലും ബാലഗോപാൽ നൽകുന്ന ഉറപ്പ് ഞങ്ങളുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കി കാണിക്കുമെന്നുള്ളതാണ്. ശ്രീ മോഹൻകുമാർ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ, കാലം പരിശോധിച്ചാൽ അത് ശരിയാണ് എന്നുമാണ്. പക്ഷേ ഈ ബജറ്റ് വായിച്ചു നോക്കിയാൽ ഇത് കുറെ പ്രഖ്യാപനങ്ങളുടെ ഒരു കൂമ്പാരം എന്നല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ശ്രീ മഞ്ജുഷ്, ഇത് ഒരു ബജറ്റ് എന്ന രീതിയിലത്തേക്കല്ല അതിനെ കാണേണ്ടത്. അതിനെ ഒരു LDF-ന്റെ സംയുക്ത പ്രകടന പത്രിക എന്ന രീതിയിലത്തേക്ക് വേണം കാണാൻ. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള അക്കൗണ്ടബിലിറ്റി അവർക്ക് എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സർക്കാരിൻ്റെ ഒരു ബാധ്യത, അത് LDF-ന്റെ ഭരണം തുടരുകയാണെങ്കിൽ അവരുടേത്, അതല്ല എങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരു സർക്കാരിൻ്റെ ബാധ്യത എന്ന രീതിയിൽ പോലും കാണാനായിട്ട് കഴിയില്ല. കാരണം പുതുതായിട്ടൊരു സർക്കാർ വരുന്ന സമയത്ത് അവർക്ക് ഇതിൽ വേണ്ടുന്ന തരത്തിലുള്ള ഭേദഗതികളെല്ലാം വരുത്തിക്കൊണ്ട് അവർക്ക് റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്തിരിക്കുന്നത്, വിവിധ വിഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ വോട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് ആ വിഭാഗങ്ങളെയെല്ലാം പ്രത്യേകമായിട്ട് കണ്ട് അവർക്ക് ഓരോ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടു, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ബജറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ആനുകൂല്യം പറഞ്ഞിരുന്നുണ്ടോ? അതുതന്നെയാണ് ചോദ്യം. നമ്മൾ ആ ചോദ്യം ഈ ഘട്ടത്തിൽ തിരിച്ചാണ് ചോദിക്കേണ്ടത്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ബജറ്റിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യം ഇത്തവണ ഒരു ആനുകൂല്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഏത് വിഭാഗത്തിലും അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവരുടെ വോട്ട് ആൾക്കാരിലേക്ക്, ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ കജോൾ ചെയ്യുന്നതിനുള്ള ഒരു ഗിമ്മിക്ക് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. വളരെ വലിയ രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരവും ചെലവും തന്നെ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എവിടെ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പണം കൊണ്ടുവരിക? ഇപ്പോൾ നമുക്കറിയാമല്ലോ, റവന്യൂ വരവ് 1.82 ലക്ഷം കോടി രൂപ, ചെലവ് 2.4 ലക്ഷം കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം പണമാണ് വരേണ്ടത്? അത് വരുന്ന സോഴ്സ് ഏതാണ്? തനതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ധനാഗമ മാർഗമുണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്തിലാണ് കൂടുതലായിട്ട് കടമെടുക്കുക എന്നുള്ളതല്ലാതെ. അതല്ല, നികുതി പിരിവ് അല്ലാതെ അധിക വരുമാനം കൂടി എന്നാണ് പറയുന്നത്. അല്ല, നോക്കൂ, അധിക വരുമാനം എവിടെ നിന്ന് കൂടാൻ? നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന, എതിർക്കുന്ന GST-യുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ എന്ത് തരത്തിലുള്ള തനത് വരുമാനം വർദ്ധിക്കുന്ന മാർഗമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? GST കളക്ഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതല്ലാതെ സർക്കാരിന് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള എന്ത് തരത്തിലുള്ള പുതിയ വ്യവസായ പദ്ധതികൾ, പുതിയ ജോബ് ക്രിയേഷൻ പ്രോജക്റ്റുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഈ കേവലം മറ്റേ തട്ടുകടയും വഴിയിലിരിക്കുന്ന കടയും മുറുക്കാൻ കടയും എല്ലാം ചേർത്തുകൊണ്ട് നമ്മളിവിടെ 3 ലക്ഷം പുതിയ ബിസിനസ് ഉണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. ആനുപാതികമായിട്ടുള്ള ഒരു തരത്തിലുള്ള വർധനയും ഇവിടെ സർക്കാരിൻ്റെ തനത് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ തന്നെ ഈ ആശ അംഗൻവാടി പ്രവർത്തകരെ തന്നെ മാത്രം എടുത്ത് നോക്കിക്കോളൂ. അവരുടെ ഒരു വലിയ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സമരം നടന്നപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ പോലും പറ്റിയിരുന്നില്ല. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള ആശ്വാസം നൽകുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുന്നതിന് പകരം ആ സമയത്ത് ഇവർക്കെതിരെ ഇടതുപക്ഷത്ത് തന്നെയുള്ള പല സർവീസ് സംഘടനകളുടെയും പല ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കന്മാരെ കൊണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ, പ്രത്യേകിച്ച് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ അവർക്കെതിരെ ലേഖനങ്ങൾ എഴുതുന്നതിനായിരുന്നു ഇവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന താല്പര്യം. ഇപ്പോൾ ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വീണ്ടും കജോൾ ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം വാഗ്ദാനങ്ങളായിട്ട് വീണ്ടും ഇത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. അത് പുതുതായിട്ട് വരുന്ന ഒരു സർക്കാർ അതിനെ തുടരാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അത് നടന്നോട്ടെ. പക്ഷെ പൂർണ്ണമായിട്ടും ഇതുവരെ പ്രഖ്യാപിക്കാത്ത കാര്യങ്ങൾ, ഇതുവരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറഞ്ഞിരുന്ന സമരങ്ങളെ വളരെ മോശമായ രീതിയിലത്തേക്ക് അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ്, എല്ലാവർക്കും വേണ്ടുന്ന നയങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ തീയതി എല്ലാവരും നോക്കി വെക്കണം. ഇത് ജനുവരി 29 ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, അതിൻ്റെ ചട്ടമിറങ്ങും. അതോടുകൂടി മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കിക്ക് ഇൻ ചെയ്യും. പിന്നീട് ഇതിലൊരു കാര്യവും നടപ്പാക്കാനായിട്ട് സാധ്യമല്ല. ഇത് പുതുതായിട്ട് വരുന്ന ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് വരും. ആ സർക്കാർ ഇവരുടെ സർക്കാരാണെങ്കിലും പുതുതായിട്ട് വരുന്നത് മറ്റൊരു സർക്കാരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വേണ്ട രീതിയിലേക്ക് അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രൊവിഷനും മാനിഫെസ്റ്റോ എന്ന രീതിയിലേക്കാണ് ഇതിനെ താങ്കൾ കാണുന്നത്. മാനിഫെസ്റ്റോ എന്ന രീതിയിലേക്ക് വസന്ത് തെങ്ങുംപള്ളി, ഇത് എല്ലാ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.